ഈ നരവനയുടെ പുസ്തകം വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്, പാർലമെൻറ്റിനകത്ത് ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പുസ്തകം ബജറ്റിൻ്റെ ചർച്ചയ്ക്ക് വേറെ എന്തെല്ലാം വിഷയങ്ങൾ, സാധാരണക്കാരുടെ വിഷയങ്ങൾ, ബേണിംഗ് ഇഷ്യൂസ്, നീറുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ വെച്ചിട്ട് നരവനയുടെ പുസ്തകത്തിൻ്റെ ഒരു PR വർക്കാണ് നമ്മുടെ രാഹുൽ ഗാന്ധി നടത്തിയത്. കാരണം ഇതൊരു അജണ്ടയുടെ ഭാഗം അല്ലേ? അതെ, അതല്ലേ നടന്നത് വാസ്തവത്തിൽ? ഇതിനപ്പുറം വലിയൊരു വിശ്വവ്യാപകമായ ഒരു ആംഗിൾ ഉണ്ടോ? നമുക്ക് സംശയിക്കണ്ടേ? അതാണിപ്പം നരവനയുടെ പുസ്തകം നമ്മൾ പറയത്തില്ലേ, ഒരു ചെറിയ മീനല്ലെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകില് ഒരു വല്ലാത്ത അജണ്ട ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അത് രാജ്യരക്ഷയല്ല, അല്ലെങ്കിൽ രാജ്യസുരക്ഷയുടെ വേദനയല്ല, മറ്റ് ചില വേദനകൾ തന്നെയാണ്. കാരണം ഈ പുസ്തകത്തിന്റെ ഒരു PR വർക്ക് തന്നെയാണോ എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകം, ഇദ്ദേഹം കരസേനാ മേധാവിയായിരുന്നു, അറിയാമല്ലോ. ഇദ്ദേഹത്തിന്റെ കരസേനാ മേധാവിത്വത്തിനകത്ത് ഇദ്ദേഹത്തെ പറ്റി രഹസ്യാന്വേഷണ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം ആക്കണ്ട എന്നുള്ള രീതിയിൽ, അതിന് പല കാരണങ്ങളുണ്ടാവുമല്ലോ. ഒരാളെ ആക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ വളരെ വലിയ വലിപ്പത്തിലിരിക്കുന്ന ആൾക്കാരുടെ ഈ രീതിയിൽ അവരെ അന്വേഷിക്കുമ്പം അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് പല കാരണങ്ങൾ കാണും. അത് രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ആ മനുഷ്യനെ ആ പോസ്റ്റിൽ അത്രത്തോളം ഇരുത്താൻ പ്രാപ്തനല്ല എന്നുള്ളതിനകത്ത് നോട്ട് ചെയ്തിട്ടായിരിക്കും. അതിപ്പം അതൊന്നും അങ്ങ് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നതല്ല, അങ്ങനെ പറയത്തുമില്ല. കാരണം ഇയാൾ ആർമി ചീഫ് ആകാൻ വരെയുള്ള പോസ്റ്റ് എന്ന് പറയുമ്പം അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പോസ്റ്റും മോശമല്ലല്ലോ, അല്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനകത്ത് തൊല്ലം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ആളെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ത്രട്ടുള്ള ആളായിരുന്നു, മനസ്സിലായോ? അപ്പം ഇയാള് ആ ത്രട്ടുണ്ടായിട്ട് പോലും ഇയാളോട് ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ ആയിക്കോട്ടെ എന്ന് അന്ന് ഒരുപക്ഷെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ തീരുമാനിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. പിന്നെ നമുക്കിത് കേൾക്കുന്ന വാർത്തയാണ്. അല്ലെങ്കിൽ അപ്പം ഇദ്ദേഹത്തിന് താല്പര്യങ്ങളുള്ള ആളായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഈ പൊസിഷനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ വലിയ പോസ്റ്റിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പിറകിൽ വരെ നിൽക്കാമല്ലോ, അല്ല അടുത്ത് തന്നെ നിൽക്കാമല്ലോ. ഏറ്റവും ഒരു സമയത്ത് ഇദ്ദേഹം ഡൽഹിയിൽ ഒരു ഫംഗ്ഷന് പ്രധാനമന്ത്രിയുടെ പുറകിൽ നിന്നപ്പോൾ SPG അദ്ദേഹത്തെ മാറ്റി. മനസ്സിലായില്ലേ? അവർക്ക് പരമാധികാരം ഉണ്ടല്ലോ. ഇയാൾക്ക് വലിയ കുറവായിപ്പോയി. ഇയാളത് പ്രശസ്തപ്പെടുത്തി. അത് പ്രശസ്തപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തി. ഇയാളെന്നെ, അല്ലെങ്കിൽ നിങ്ങളെന്നെ ആ ഒരു വിഷയം വെച്ചിട്ട്, നിങ്ങളുടെ ഒരു പദവി വെച്ചിട്ട് അതങ്ങനെ പ്രശസ്തപ്പെടുത്താനും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആക്ഷേപം ഉണ്ടാക്കാനും പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അപ്പോൾ ഞാനീ പറഞ്ഞത് ഇയാളെ പറ്റി ഒരു അറിയാവുന്നതനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം വൈകല്യം, അല്ലെങ്കിൽ അയാളെ SPG ഒരു കരസേനാ മേധാവിയാകുന്ന ആളിനെ പ്രധാനമന്ത്രിയുടെ പുറകിൽ നിൽക്കാൻ അവകാശമുള്ളപ്പോൾ ആ സ്റ്റേജിൽ കയറാൻ നിന്നപ്പോൾ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കേണ്ട, കാരണം ഒരു ചലനം പോലും ശ്രദ്ധിക്കുന്ന ഒരു അവർക്കാണല്ലോ എനിക്ക് തോന്നുന്നില്ല. അപ്പം തന്നെ ഇയാളെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ്. അപ്പം ഈ പുസ്തകം PR പറഞ്ഞത്, ഈ പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇദ്ദേഹത്തിൻ്റെ വീരസാഹസിക കഥകൾ, ഇന്ത്യയുടെ യുദ്ധം ജയിച്ച കഥകൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ രഹസ്യങ്ങൾ, അങ്ങനെ രഹസ്യങ്ങളെല്ലാം പറയാൻ പറ്റുന്നതല്ലല്ലോ പുസ്തകം. മനസ്സിലാവുന്നു? ഈ രഹസ്യം, ഇന്ത്യയുടെ എല്ലാ രഹസ്യവും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വെളിയിൽ പറയാൻ തുടങ്ങിയാൽ പിന്നെ ശത്രുക്കൾക്ക് പാടൊന്നുമില്ലല്ലോ ഇവിടെ കയറി അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. അതായത് ഇത് കഴിഞ്ഞാലും ഇത് പരമരഹസ്യമായിട്ട് ഗോപ്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് അയാളുടെ മരണം വരെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ട്, ഇവരാരും അറിയുന്നില്ലെങ്കിലും. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് നിങ്ങൾ സാറ് പറഞ്ഞില്ലേ PR, ഈ പുസ്തകത്തിനകത്ത് ഒളിച്ചു കടത്തൽ പലതും ഉണ്ടായിരുന്നു. അതായത് പുറത്തു വരാൻ പറ്റാത്ത പല രഹസ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അനുമതി കിട്ടാത്തതിൻ്റെ കാരണവും അതായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നെങ്കിലും ഇയാൾ ഇതിൻ്റെ PDF എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ഇത് പലരുടെയും കയ്യിലായി. ഇനി ഇയാൾ സമാധാനം പറയേണ്ടി വരും. അനുമതിയില്ലാത്ത ഈ PDF ഇത് ഒരു പുസ്തക രൂപേണ തന്നെ ഇയാൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കിട്ടണമെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. ഞാൻ കഴിഞ്ഞ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കറൻസി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പ്രസ്തി കൊണ്ടുവച്ച് അടിക്കാൻ അനുമതി കൊടുത്ത രാജ്യം, അല്ലെങ്കിൽ അത്തരത്തിൽ കൊടുത്ത ഭരണാധികാരി ഇരുന്ന രാജ്യമാണ്. അതും കോൺഗ്രസിന്റെ കാലത്താണ്, കോൺഗ്രസിന്റെ ഭാഗമാണെന്ന് ആലോചിച്ചോളൂ. ആരാന്നൊക്കെയുള്ള കാര്യം അറിയാമല്ലോ. ചിദംബരത്തെ പറ്റി ആക്ഷേപം ഉണ്ടല്ലോ. അന്ന് റിസർവ് ബാങ്ക് ഗവർണറായിട്ട് ഇരുന്നവൻ ഇപ്പൊ ജയിലിൽ കിടക്കുവാന്നല്ലോ. അയാൾ അന്നല്ലേ രാഹുൽ ഗാന്ധിയുടെ കൂടെ ജോഡോ യാത്ര നയിക്കുന്നതിന് വേണ്ടി നടന്നത്. അപ്പൊ അതേ രീതിയിലുള്ള രാജ്യം. അപ്പൊ ഈ പുസ്തകം അടിക്കുന്നതിന് പാടുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പുസ്തകം അടിക്കാം. പക്ഷേ ഈ പുസ്തകം
ഇപ്പം ഈ അടിച്ചതല്ല, ഇത് സാറ് പറഞ്ഞതുപോലെ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാനൊക്കും? ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ ഇപ്പം അറിയണ്ട, അല്ലെങ്കിൽ ഇത് വെളിയിൽ കൊണ്ടുവരണ്ടെന്ന് രാജ്യം പറയണമെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷമാണല്ലോ പറഞ്ഞത്. അതിൻ്റെ രഹസ്യങ്ങൾ ഹോൾഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ആ രഹസ്യങ്ങൾ വേണ്ടപ്പെട്ടിടത്തോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശത്രു രാജ്യത്തോ നമ്മുടെ ശത്രുക്കളുടെ കയ്യിലോ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എത്ര. അത് ഇനി എത്തിയിട്ടില്ല, പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഇത് എവിടെല്ലാം പോയിട്ടുണ്ട്. അതിനൊരു പരസ്യ സ്വഭാവം കൊടുത്തില്ലേ രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധി ഇത് അറിയാതെ കളിച്ചു എന്ന് രാഹുൽ ഗാന്ധി ഇതിനകത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രാജ്യസ്നേഹികളാണെന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ രാജ്യസ്നേഹികളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ചൈന ബോർഡർ നെഹ്റുവിന്റെ കാലത്ത് 10,65 സ്ക്വയർ കിലോമീറ്റർ കയറുന്നത്. അതിനുശേഷം വേറെ യുദ്ധം നടന്നപ്പോൾ അവിടെ ടെന്റ് കെട്ടിയപ്പോൾ പറഞ്ഞാൽ അത് മുഹക്കൂര് പോലെ കണ്ടാൽ മതിയല്ലോ, മുഹക്കൂര് ടെന്റ് അടിച്ചപ്പോൾ. ആ രണ്ട് യുദ്ധം അവരുടെ കാലത്തിരുന്നപ്പോൾ, കോൺഗ്രസിന്റെ കാലത്തിരുന്നപ്പോൾ 62-ല് 97 അല്ലേ സാർ? ഈ രണ്ടും പരാജയപ്പെട്ടപ്പോഴായി 2021 ഈ ആക്ഷേപം വന്നതൊക്കെയും 100 കണക്കിന് പട്ടാളക്കാർ മരിച്ചെന്ന് ഇന്റർനാഷണൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അത് ഈ ലഡാക്കുമായിട്ട് ബന്ധപ്പെട്ട് ആ വിഷയം പറയുന്നത്. ടാങ്കർ കയറി വരുന്ന സമയത്ത് ചോദ്യം ചോദിച്ചു എന്നാണ് പറയുന്നത്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന നിലയിൽ പ്രധാനമന്ത്രി വരെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ ചെയ്തോളാൻ പറഞ്ഞു എന്നാണ് ഈ പുസ്തകത്തിൽ കിടക്കുന്നതെന്നാണ് പറയുന്നത്. താല്പര്യമുള്ളതുപോലെ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ 15,000 അടി മുകളിൽ കയറി നിൽക്കാനും. നിങ്ങൾക്ക് യുക്തമെന്ന് ചോദ്യം ചെയ്യാം, അതാണ് ശരിയായ തീരുമാനം. ശരിയായ തീരുമാനം നമുക്കറിയാം. ഇപ്പോഴും തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്, സിന്ദൂരിനും പ്രധാനമന്ത്രി ഇവരെ വീതിച്ച് കൂടിയാലോചിച്ചതിന് ശേഷം യുക്തമായ സമയത്ത് യുക്തമായ രീതിയിൽ ചെയ്തോളാം. മനസ്സിലായില്ലേ? അത് തന്നെ അദ്ദേഹം അന്നും പറഞ്ഞത്. പക്ഷെ അതിനകത്ത് വ്യാഖ്യാനം കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതിനുശേഷം യുദ്ധം ചെയ്തു, ഇന്ത്യ അവിടെ ജയിച്ചു. മനസ്സിലായില്ലേ? ജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി കയറി. അല്ലെങ്കിൽ അത് അവർക്ക് തീരുമാനമെടുക്കാൻ അതിനകത്തൊരു വളച്ചൊടിക്കൽ. മനസ്സിലായില്ലേ? അതായത് പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയിലെ ഈ രാജ്യരക്ഷയ്ക്കും ദേശസുരക്ഷയ്ക്കും ഏറ്റവും ഊറ്റം കൊള്ളുന്ന BJP-ക്കാരത് ചെയ്തില്ല എന്ന് ഇവിടുത്തെ ആർമി ചീഫായിട്ടുള്ള ആൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ. ഇത് പറഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴായി നരവനെ ഇതിനകത്ത് അനങ്ങിയത്. അന്നേരം തന്നെ അനങ്ങിയില്ലല്ലോ. മാക്സിമം സ്പ്രെഡ് ആയിക്കോട്ടെ, അതിനകത്ത് ചർച്ച വരട്ടെ, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാകും, കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകുമ്പോൾ മുറുകുമോ, അയ്യോ BJP കയറി മുറുകിയപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത്. അപ്പോഴാണ് അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിയുന്നത് ശരിയാണെങ്കിൽ ഇത് നമ്മൾ നേരത്തെയൊക്കെ വിചാരിച്ചതുപോലെയൊക്കെ തന്നെയാണ്. ടൂൾ കിറ്റ് വെളിയിൽ പോയി ഉണ്ടായിക്കൊണ്ട് വന്ന് പല കലാപങ്ങളും ഓപ്പറേറ്റ് ചെയ്തതിൻ്റെ പിറകിൽ ഏറ്റവും അവസാനം ഓട്ട്ചോരിയുടെ അവിടെ ടൂൾ കിറ്റ് വെളിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടോ എന്ന് പറയും. ഈ കാര്യത്തിൻ്റെ പിറകിലും ഒരു ഗൂഢാലോചനയുണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ കാണുന്ന ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ തലയിലെങ്ങും ഈ മാതിരി സാധനം ഉദിക്കാനുള്ള അത്രയുള്ള ബുദ്ധിയൊന്നുമില്ല. ഈ പുസ്തകവും ഇതിൻ്റെ PDF-ഉം ഇതിൻ്റെ അവതരണവും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ തലമണ്ടയും കോൺഗ്രസിൻ്റെ തലമണ്ടയും അല്ല. ആയിരുന്നെങ്കിൽ ഏറ്റവും അവസാനം ഇന്നലെ നമ്മൾ കണ്ട സതീശൻ്റെ സ്റ്റേജിൽ അടി നടക്കത്തില്ലല്ലോ. അത്രയും പോലും ബുദ്ധിയില്ലാത്തവന്മാരേമാർ. അപ്പൊ ഇത് എവിടുന്നോ ഓപ്പറേറ്റ് ചെയ്താണ്. ഇപ്പം ഇന്ന് പാർലമെന്റിൽ വന്നിട്ടുണ്ട്. ഇതൊന്നും പാർലമെന്റിൽ കൊണ്ടുവരാൻ പാടില്ല, പാർലമെന്റിന്റെ ചട്ടത്തിന് ലംഘനമാണ്. അതിനനുസരിച്ച് നമ്മൾ ഈ പറയുന്നത് പോലെ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്തെ ചോദ്യം ചെയ്തുകൊണ്ട് BJP വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചെറുതായിട്ടൊന്നും പോകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇതിന്റെ പിറകിൽ ഒരന്വേഷണവും ഇതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ വരും. അതായത് നമ്മളീ പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്നു. രാഹുൽ ഗാന്ധി ചെയ്തത്, പാർലമെന്റിൽ ചെയ്തത് ഈ രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നീങ്ങാണ്. ഏതായാലും നരവന നിസ്സാരമായിട്ട് പോകത്തില്ല. നരവനയുടെ പിറകിൽ രഹസ്യാന്വേഷണ വിഭാഗവും ഇൻ്റലിജൻസും ഒക്കെ വളരെ കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. നമ്മളൊരു കാര്യം ആലോചിച്ചില്ല, ഈ നരവന മാത്രമല്ലല്ലോ കരസേനാ മേധാവിയായിട്ടിരുന്ന മനേക്ഷ മുതൽ ഫീൽഡ് മാർഷൽ എത്ര മിടുക്കന്മാരും പ്രഗത്ഭന്മാരും അവരൊക്കെ ഇതായിരുന്നു പരിപാടി. യുദ്ധത്തിൽ ഇങ്ങനെ നടന്നത് എന്താ എഴുതാത്തത്? കാരണം ഈ രഹസ്യങ്ങൾ ലോകം അറിയാൻ പാടില്ല. അതീവ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുത്തൻ അറിയരുത്. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, രാജ്യസ്നേഹമുണ്ട്. അവർ മനസ്സിലായില്ലേ? ഹിന്ദുക്കളല്ലെങ്കിലും ആരാ ഉത്തരവാദിത്വം? കരിയപ്പ ഏതെങ്കിലും രഹസ്യം പറഞ്ഞോ? എത്ര ധീരമായിട്ട് പോരാടി ശത്രുക്കളെ തോൽപ്പിച്ചാണ് രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നമ്മളപ്പോൾ ചിന്തിക്കേണ്ടത്, ഇയാൾ സംശയാസ്പദമായിട്ടുള്ള ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ തെളിവുകളുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരോപിക്കുകയല്ല, പക്ഷേ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇയാൾ ആർമി ചീഫ് ആയി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മന്ത്രിയാവാനോ മറ്റോ താല്പര്യം ഉണ്ടായിരുന്നു
നേരത്തെ ഒരാൾക്ക് കൊടുത്തതാണല്ലോ, BJP ചേർന്നത് കൊണ്ട് കൊടുത്തതാണ്. അങ്ങനെ എങ്കിലും പദവി ആഗ്രഹിച്ചിരിക്കും. അത് കിട്ടാതെ വന്നപ്പോൾ എന്നാൽ ഞാൻ രഹസ്യങ്ങൾ പുറത്താക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ചൈനയും കോടികൾ കിട്ടും. അതെ, കോടികൾ കിട്ടും. എന്ത് ചോദിച്ചാലും കിട്ടും, എന്ത് ചോദിച്ചാലും കിട്ടും. അംഗരാജ്യം ദുര്യോധനൻ കർണന് കൊടുത്ത പോലെ നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാവുന്നല്ലോ. അപ്പം അങ്ങനെ ഒരു മുതലെടുപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ട്. ചൈനയ്ക്ക് ഇയാൾ ഈ രഹസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞിട്ടാണ് ചൈന ഓപ്പറേഷൻ സിന്ദൂറാണല്ലോ പിന്നത്തെ നമ്മുടെ ഒരു ഏറ്റുമുട്ടൽ പരോക്ഷമായിട്ട്. ആ ഏറ്റുമുട്ടലിൽ ആ തന്ത്രം അറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രയോഗം ചൈന നടത്തി കാണും. എന്നിട്ടും ചൈനയ്ക്ക് വിജയിക്കാൻ പറ്റുന്നില്ല അറിഞ്ഞപ്പോൾ ചൈന പറഞ്ഞു കാണുന്നേ, ഞാൻ ഒരു രക്ഷയില്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനം, ഞങ്ങൾ ഈ കാശ് തന്നത് മിച്ചം, ഞങ്ങൾ ഈ കാശ് തന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക, അതല്ല ഒന്ന് അടിച്ചിറക്ക്, അപ്പോൾ പാകിസ്ഥാനും കൂടെ പ്രയോജനപ്പെട്ടോട്ടെ. എന്താ ചൈനയുമായിട്ട് അമ്മയും മോനും കൂടെ ഡീലും ചെയ്തിട്ടുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ഫോട്ടോ നമ്മൾ കണ്ടതല്ലേ, ഒരു കരാർ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ധാരണാപത്രത്തിൽ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. എന്തുവാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല, മനസ്സിലായില്ലേ? ഞങ്ങളിങ്ങനെ ചിലപ്പോൾ സൈനിക രഹസ്യങ്ങൾ തന്നുകൊണ്ടിരിക്കാം എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് വെച്ച് അത് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞോളും പാകിസ്ഥാൻ. ഇയാളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും യാതൊരു ഫലവുമില്ല. മോദി എന്ന് പറയുന്ന ആ മഹാമേരുവിൻ്റെ മുമ്പിൽ ഇതൊക്കെ തട്ടി തകർന്നു പോവാം. ഇനിയൊരു കാര്യം ചെയ്ത് ഇന്ത്യ പാർലമെൻറ്റിനകത്തിട്ട് നാറ്റിക്കും എന്നുള്ളൊരു തിട്ടൂരം ഇവരെല്ലാം കൂടെ ചേർത്ത് അവർ വലിയ സംഘമായിട്ടുണ്ടെന്നേ. ഈ കോൺഗ്രസിനകത്ത് തന്നെ ഒരു സംഘമുണ്ട് ഇയാൾക്ക് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാമല്ലോ അവരുടെ പേര്, പവൻ ഖേര, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇതിൻ്റെ പോയ വഴി ഇങ്ങനെ ആണ്. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ തീരുമാനിച്ചു കാണും, എന്നാൽ പാർലമെൻറ്റിനകത്തിട്ട് ഇയാളെ ഒന്ന് കശക്കി എറിഞ്ഞു കളയാം. ആ തന്ത്രവും പിഴച്ചു പോയി. വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. BJP നല്ല ഒന്നാം തരമായിട്ട് ഉശിരോടെ അവിടെ നിന്നു, എതിർത്തു, തോൽപ്പിച്ചു. അതും നടക്കാതെ വന്നപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിയുടെ സംഘം നീങ്ങിയത്. B-പ്ലാൻ അവിടെ ചെന്ന് പ്രധാനമന്ത്രിയെ ഒരു മണിപ്പൂരിലെ പെണ്ണുങ്ങൾ കാണിച്ചതുപോലെ ഇയാൾ ആ നരേന്ദ്രമോദി ആണെങ്കിൽ സ്ത്രീവിരുദ്ധനൊന്നും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഈ കല്യാണം അതൊന്നും താല്പര്യമില്ലെന്നും പറഞ്ഞ് പാർട്ടിക്കും RSSനും വേണ്ടി തൻ്റെ ജീവൻ മുഴുവൻ ത്യജിച്ച ഒരാളാണ്, ജീവിതകാലം മുഴുവൻ. അങ്ങനെ ഒരു മനുഷ്യൻ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അദ്ദേഹം തോറ്റുപോകും. അപ്പോൾ ചൈന വിചാരിച്ചിട്ടോ പാകിസ്ഥാൻ വിചാരിച്ചിട്ടോ ഇന്ത്യയിലെ രാജ്യദ്രോഹികൾ വിചാരിച്ചിട്ടോ ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചിട്ട് പോകണോ തകർക്കാൻ കഴിയാത്തൊരു മനുഷ്യനെ ഇങ്ങനെയൊന്ന് കാട്ടി പണ്ട് വിശ്വാമിത്രനെ മേനക തോൽപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ തപസ്സിന് തടസ്സം ഉണ്ടാക്കിയതുപോലെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത അതും പൊളിഞ്ഞു. ഇപ്പോൾ പൊളിഞ്ഞ് അവസാനം ഇപ്പോൾ രാഹുൽ ഗാന്ധി പൊളിയാൻ പോവുക. അയാളുടെ MP സ്ഥാനം പൊളിഞ്ഞു കിടക്കും. അതും കൂടെ നഷ്ടപ്പെടാൻ ഒരു സാഹചര്യമായി. നരവന എന്ന് പറയുന്നവനെയും ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം രാജ്യരഹസ്യങ്ങൾ ഇയാൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടാണോ? രാജ്യരഹസ്യങ്ങൾ അടങ്ങിയത് ഒരെണ്ണം പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ച് വിറ്റ് കാശാക്കാനുള്ളതല്ല ദേശസ്നേഹം, അല്ല രാജ്യത്തിൻ്റെ സുരക്ഷ. നരവനയ്ക്ക് അത് മനസ്സിലാക്കാൻ അവൻ അർഹിക്കുന്നില്ലായിരുന്നു ഈ കസേര. അതിനേക്കാൾ ദേശസ്നേഹം എത്രയോ പേരുണ്ട് പട്ടാളക്കാർ, മുസ്ലിങ്ങളായിട്ടുള്ളവരുണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട്. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹമുള്ളത് സിഖുകാർ, അവരൊക്കെ അല്ലേ? ഈ സിഖുകാരെയാണ് ഇയാൾ രാജ്യദ്രോഹി എന്നും പറഞ്ഞ്. എന്താ, അവർ ദേശത്തോട് സ്നേഹമുള്ളവരാണ്. അതുകൊണ്ടാണ് ഇയാൾ ആപേക്ഷിക്കുന്നത്. ഇയാൾക്ക് രാജ്യത്തോട് ഒരു കുറവില്ല. ഇതെങ്ങനെയും നയിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായിരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല. ഇത് സാധാരണക്കാരൻ പറയുന്നത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ദണ്ണത്തോടു കൂടി പറയുന്ന, സന്തോഷത്തോട് ഇയാളുടെ ദേഷ്യം കൊണ്ടും പറയുന്നതല്ല. സുരക്ഷിതമല്ല. പാകിസ്ഥാൻ്റെ കയ്യിൽ അസീം മുനീറിൻ്റെ കയ്യിൽ പാകിസ്ഥാൻ സുരക്ഷിതമല്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ പ്രതിപക്ഷത്തെ കസേര പോലും സുരക്ഷിതമല്ല. അത് മോദിക്ക് ശരിക്കറിയാം. വേണ്ടത് കൊടുത്തോളും. അങ്ങനെ ധീരനായ ഒരു നേതാവ് നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സമാധാനം. നമ്മളതിനെക്കുറിച്ച് മനസ്സ് പ്രയാസപ്പെടേണ്ട കാര്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. കാരണം നരേന്ദ്രമോദി ഗ്യാരൻറ്റിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.